ഇന്ത്യയിൽ എഴുത്തുകാരൻ സ്വതന്ത്രനല്ല. അവൻ ഭാഷ ഉപയോഗിക്കുന്നത് ഒരുപാട് പരിമിതികളോടുകൂടിയാണ്. ഇന്ത്യയിൽ കലയും സാഹിത്യവും ഒക്കെ തീർച്ചയായിട്ടും ഭക്തിയിൽ ലയിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭക്തിമയം ഉള്ള സാഹിത്യത്തിന് ഒരുപക്ഷെ വലിയ റീച്ച് കിട്ടുകയും ഭക്തിമയമില്ലാത്ത സംഗതികൾ ഒരുപക്ഷെ ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്കറിയാം, ഇന്ത്യയിൽ പൊരുതി ജയിച്ച ഒരുപാട് പേരുണ്ട്. സൽമാൻ റഷ്ദി പകുതി കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യൻ എന്നോ ഒക്കെ പറയുന്ന തസ്ലീമ, അതല്ലെങ്കിൽ ഇപ്പോഴും എഴുത്തുകാർക്ക് ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യം ചോദിച്ച സക്കറിയ, എം കാരശ്ശേരി മാഷ്, അങ്ങനെ കുറേ പേര് പൊരുതി, ആനന്ദിനെ പോലുള്ളവർ പൊരുതി കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് പേർ പൊരുതുന്നവർ, അരുന്ധതി റോയ്, ഇവരൊക്കെ ഈ പറയുന്ന ഇന്ത്യയുടെ ദുർവിധികളോട്, മോശം രാഷ്ട്രീയത്തോട്, ജീർണ രാഷ്ട്രീയത്തോട്, ഈ ഭക്തി കലർന്ന സാംസ്കാരിക വ്യവസ്ഥകളോടൊക്കെ ഏറ്റവും ആധികാരികമായി പൊരുതുന്നവരാണ്. ഈ പൊരുതലിന്റെ ഇടയിൽ ഒരുപക്ഷെ നോട്ടപ്പുള്ളിയായി മാറിയ ഒരാളാണ് എൻ്റെ അടുത്തിരിക്കുന്ന എസ് സരീഷ്. ഒരുപക്ഷെ ഈ അധികാരത്തിന്റെ ജീർണതയെ ചോദ്യം ചെയ്ത മറ്റൊരാളാണ് എൻ്റെ അടുത്തിരിക്കുന്നത് വിനോദ് കൃഷ്ണ. കാലങ്ങൾക്ക് മുമ്പേ പിറ എന്ന നോവലിലൂടെ ഒരുപക്ഷെ മലയാളിയുടെ വായനയെ പല രീതിയിൽ, പെൺ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒക്കെ, ഭാഷാ സ്വാതന്ത്ര്യം, ഇപ്പം നമുക്കറിയാം കേരളത്തിലെ സ്ത്രീകൾ ഇപ്പോഴും പുരുഷൻ സൃഷ്ടിച്ച ഭാഷയിൽ ഉറി പോലെ തൂങ്ങിക്കിടക്കുകയാണ്. അവിടെയാണ് ഒരുപക്ഷെ ഈ പറയുന്ന അപ്പനെ പോലുള്ളവർ, KP പോലുള്ളവർ പുതിയ നിരീക്ഷണങ്ങളുമായിട്ട് എത്തുകയും സ്ത്രീയുടെ എഴുത്തിനെ കുറിച്ചൊക്കെ വളരെ പ്രബലമായ കാഴ്ചപ്പാടുകളും കാഴ്ചകളും സമ്മാനിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു തുടർച്ച ഒക്കെ ആയിട്ടാണ് ഒരുപക്ഷെ CS ചന്ദ്രൻ നമ്മോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട മീശക്കാരനേക്കാൾ ഉപരി മുതിർന്ന എഴുത്തുകാരി CS ചന്ദ്രികയിൽ നിന്ന് ഒരുപക്ഷെ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി സേഫ് സോണിലാണോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ആരംഭിക്കാം എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ചുരുങ്ങിയ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു റൗണ്ട് ഇവർ അവരുടെ വ്യൂ പോയിന്റുകൾ അവതരിപ്പിക്കും. സമയം അതിക്രമിക്കുന്നെങ്കിൽ ഞാൻ ഇടപെടും. അതിനുശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ശ്യാമിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. എനിക്ക് തോന്നുന്നു മലയാള കവിതയിൽ ഏറ്റവും പുതിയ ഭാവുകത്വത്തെ ഒരുപക്ഷെ കവിതയിൽ അവതരിപ്പിക്കുകയും ദീർഘ മൗനങ്ങൾ കൊണ്ട് ഒരുപക്ഷെ വലിയ കവിതയുടെ ക്യാൻവാസിന് വേണ്ടി കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന, വേണമെങ്കിൽ ശ്യാമിന് കിട്ടിയ സ്പേസ് ഒക്കെ വെച്ചിട്ട് ശ്യാമിന് വേണമെങ്കിൽ ഇഷ്ടം പോലെ എഴുതാമായിരുന്നു, ഒരു കവിതാ ഫാക്ടറി ആകാമായിരുന്നു ശ്യാമിന്. പക്ഷേ ശ്യാം അതിന് നിന്നില്ല എന്നുള്ളതാണ്. അത് ഒരു, എനിക്ക് തോന്നുന്നു, കവിതയുടെ രാഷ്ട്രീയം തന്നെയാണ്. ഈ പറയുന്ന മിസ്റ്റിക് ടൂൾ ഉപയോഗിച്ച് കവിതയിൽ ഇടപെടുന്ന ഒരു കവിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പം ഇവരൊക്കെ തീർച്ചയായിട്ടും ഇടപെടും. ആദ്യമേ CS ചന്ദ്രികയെ ക്ഷണിക്കുന്നു. താങ്ക് യു സുനിൽ. അധികാരം എന്താണെന്നുള്ള ചോദ്യത്തിൽ നമുക്ക് പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ വരിക ഭരണകൂടം, അതിൻ്റെ അധികാരം, അതിൻ്റെ നിയന്ത്രണം, അതിൻ്റെ സെൻസർഷിപ്പ് എഴുത്തുകാരുടെ മേൽ പ്രയോഗിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഇക്കാലത്തും ഏത് കാലത്തും അധികാരവും എഴുത്തും തമ്മിലുള്ള ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ ഒരു ഡിസ്കോഴ്സിലോ മുമ്പിൽ വരിക, മനസ്സിൽ വരിക. പക്ഷെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എഴുത്തുകാരികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അധികാരം എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിനുള്ളിലെ അധികാരികളാണ്. ആ അധികാരികൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ അച്ഛൻ, നമ്മുടെ ആങ്ങള, അല്ലെങ്കിൽ പിന്നീട് ഭർത്താവ്, അല്ലെങ്കിൽ മകൻ, പിന്നെ ബന്ധുക്കൾ. ഈ ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയൊരു വ്യവസ്ഥയാണല്ലോ. ബന്ധുക്കൾ പ്രശ്നം പറഞ്ഞിട്ട് എഴുത്ത് നിർത്തിയ ഒരു എഴുത്തുകാരിയാണ് ചന്ദ്രമതി ടീച്ചർ എപ്പോഴും അത് പറയാറുണ്ട്. അപ്പം ഈ അധികാരം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നമ്മൾ തൊട്ട് നേർക്ക് നേരെ ഏറ്റുമുട്ടുന്ന ഒരു ഘടന എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിൽ അതിനെ നിയന്ത്രിക്കുന്നത് തീർച്ചയായിട്ടും ഈ സാമൂഹ്യ അധികാര ഘടനയിൽ പെട്ടിട്ടുള്ള സകല ശ്രേണി ബദ്ധമായിട്ടുള്ള അധികാര സങ്കല്പനമാണ്.
അത് നമുക്കറിയാം, ഭരണകൂടം നിയന്ത്രിക്കുന്നുണ്ട്, മതങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്, ജാതി വ്യവസ്ഥ നിയന്ത്രിക്കുന്നുണ്ട്, ലിംഗാധികാര വ്യവസ്ഥ. ഇതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു കെട്ടുപാടിനുള്ളിൽ നിന്നിട്ടാണ് ഒരു സ്ത്രീക്ക് അധികമായി, പുരുഷൻ്റേതിനേക്കാൾ അധികമായിട്ട് ഈ വ്യവസ്ഥയോട് ഏറ്റുമുട്ടേണ്ടി വരുന്നത്. അത് ഭാഷ, നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ ഭാഷ തന്നെയാണ് ഏറ്റവും നമ്മൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു ഉപകരണം എന്ന് പറയുന്നത്. എഴുത്തിന് നാം ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഭാഷയാണല്ലോ നാം ആശ്രയിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത്. അത് തന്നെയും ഈ എല്ലാറ്റിൻ്റെയും ഈ അധികാര സമ്മിശ്രമായിട്ടുള്ള വ്യവസ്ഥയുടെ ഒരു ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നത്തിൽ സാറ ടീച്ചറിന് അത് പറഞ്ഞിട്ടുള്ളത്, സ്ത്രീക്ക് സ്വസ്ഥമാകാൻ കഴിയാത്തൊരു ഭാഷയിൽ ഇരുന്നിട്ടാണ് എല്ലാ സ്ത്രീകളും, ഈ അവബോധമുള്ള സ്ത്രീകൾ, അല്ലാത്തവർക്ക് എഴുതാം. ഈ പറഞ്ഞതുപോലെ അധികാരത്തോട് ചേർന്ന് നിന്ന് പോകുന്ന, അല്ലെങ്കിൽ അത് അവരറിയാതെ ആ വ്യവസ്ഥയുടെ ഒപ്പം ഒഴുകിപ്പോകുന്ന അവർക്ക് ഈ അസ്വസ്ഥതയൊന്നും അനുഭവിക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഇത് സ്ത്രീയുടെ എഴുത്ത് ഒരു സമരമാണ് എന്ന് പറയുമ്പോഴേ അതങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം എഴുത്തുകാരികളും ഉണ്ടായത് കേരളത്തിൽ. ഒരു 25 വർഷം മുമ്പ് നടന്ന ഒരു വലിയ സംവാദത്തിലാണ് അത് ഉണ്ടായത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ നമുക്ക് നേരെ തിരിഞ്ഞ് കുത്തുന്ന ഒരു ഭാഷ എടുത്തിട്ടാണ് എഴുതേണ്ടി വരുന്നത്. അത് ഒരു 1970-കൾക്ക് ശേഷം ലോകമാകെയും ഉണ്ടായി വന്നിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ അവബോധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള തിരിച്ചറിവുകളാണത്. കേരളത്തിലാണെങ്കിൽ, മലയാള സാഹിത്യത്തിലാണെങ്കിൽ 80-കൾക്ക് ശേഷമാണ് അത് അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ളത്. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്, അങ്ങനെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സംഗതി അല്ല. പല മനുഷ്യർക്കും പലതരത്തിലുള്ള സത്യങ്ങളുണ്ട് എന്ന് പറയുന്ന, യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു അറിവ് വന്നപ്പോഴാണ് സ്ത്രീയുടെ എഴുത്ത് വ്യത്യാസമാണ്, ദലിത് എഴുത്തുകാരുടെ എഴുത്ത് വ്യത്യാസമാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ അധികാരരഹിതരായിട്ടുള്ള മറ്റ് ഈ സാമൂഹ്യ അധികാര ഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ആദിവാസികൾക്കാണെങ്കിൽ എഴുതാനൊരു ഭാഷയില്ല. പക്ഷെ ഇന്ന് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവർ കവിതകൾ എഴുതുന്നുണ്ട്. സുകുമാരൻ, ചാലികത്തിയൊക്കെ ഒരുപാട് പേര് എഴുതുന്നുണ്ട്. അവരെഴുതുമ്പോൾ വ്യത്യസ്തമാവുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷമായിരിക്കുന്ന ഇന്ത്യയിൽ പിന്നെ മുസ്ലിം ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ഭാഷ, ഈ ഒരു വലിയൊരു ബ്രാഹ്മണി പിതൃമേധാവിത്വ സാമൂഹ്യ ഘടനയ്ക്കുള്ളിൽ നിന്ന് എഴുതുമ്പോൾ മുസ്ലിം സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന അതിൻ്റെ എത്രയോ ഇരട്ടി, പുരുഷൻ എഴുതുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് സാഹിത്യം, സമൂഹം ബഹുസ്വരമാണെന്നതുപോലെ തന്നെ സാഹിത്യവും ബഹുസ്വരമാണ്. അതിൻ്റെ സത്യങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ, ഭാവനകൾ, സ്വപ്നങ്ങൾ, വേദനകൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണല്ലോ പിന്നെ ജീവിതമാണല്ലോ. ഒരു വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തി ജീവിക്കുന്ന സമൂഹം, ആ സമൂഹത്തിൻ്റെ കാലം, ആ വ്യക്തി ഭൂതകാലത്തോട് പിന്നെ സംവദിക്കുന്ന രീതി, അവരുടെ ഓർമ്മകൾ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ആകാംക്ഷകൾ, പിന്നെ സ്വപ്നങ്ങൾ, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു വലിയ സഞ്ചയമാണല്ലോ സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭാവനകൾ തന്നെയും വ്യത്യാസമാണ്. എൻ്റെ ഭാവനയല്ല തീർച്ചയായിട്ടും പിന്നെ ഹരീഷിൻ്റെയോ അല്ലെങ്കിൽ വിനോദിൻ്റെയോ അല്ലെങ്കിൽ ശ്യാമിൻ്റെയോ സുനിലിൻ്റെയോ ഒന്നും വളരെ വ്യത്യാസമാണ്. ശരീരം തന്നെ വ്യത്യാസമാണ് എന്നുള്ളത് തന്നെ വളരെ വളരെ ജൈവികമായിട്ടുള്ള എഴുത്തിൻ്റെ തന്നെ പ്രക്രിയയിൽ അത് വലിയ വ്യത്യാസമാണ്. മുമ്പ് OV വിജയൻ ആർത്തവരക്തത്തെക്കുറിച്ച് എഴുതിയ ഇതിനെക്കുറിച്ച് വിമർശനങ്ങൾ പിന്നീട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എഴുതാം, പുരുഷനും എഴുതാം. ആർത്തവരക്തം സ്ത്രീയുടെ ആണ് എന്നുള്ളത് കൊണ്ട് പുരുഷന് എഴുതാൻ പാടില്ലായിരിക്കുന്നില്ല. പക്ഷേ അത് സ്ത്രീ എഴുതുമ്പോൾ അതിന് സെൻസർഷിപ്പ് വരുന്നത് എന്തിന്? സ്വന്തം ലൈംഗികതയെക്കുറിച്ച് എഴുതുമ്പോൾ ഈ നിയന്ത്രണം ഉണ്ടാകുന്നത് എന്തിന്? ആക്രമിക്കപ്പെടുന്നത് എന്തിന്? എനിക്കെതിരെ സംഘപരിവാറിൻ്റെ ഒരു വലിയ സൈബർ ആക്രമണം ഉണ്ടായ സമയത്ത് എൻ്റെ പ്രണയകാമസൂത്രം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കവർ ഉയർത്തിപ്പിടിച്ചിട്ടാണ് 50,000 പേര് വളരെ വൃത്തികെട്ട കമൻറ്റുകളുമായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ആക്രമണം നടത്തിയത്. അപ്പം സ്ത്രീ എന്തെഴുതി കഴിഞ്ഞാലും അതിൽ സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ച്, ലൈംഗികതയെക്കുറിച്ച് അവൾ എന്തു പറയുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് അവളെ ഓരോരോ കള്ളികളുമുണ്ട്. നല്ല സ്ത്രീ, ചീത്ത സ്ത്രീ, അങ്ങനെ പറയുന്ന ഓരോരോ കള്ളികളുണ്ട്.
അപ്പോൾ ചീത്തെഴുത്തുകാരികൾ എന്നൊക്കെ പറയുന്ന തരത്തിൽ. പിന്നെ നമുക്കറിയാം ഈ കാലത്ത് അന്നൊക്കെ നമുക്കത് നടുക്കമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്തെഴുതിയാലും അത് ചെന്ന് കൊള്ളുന്ന സ്ഥലത്ത് നിന്ന് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നാം ഒരു സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കുകയാണെങ്കിൽ ആ സർക്കാരിൻ്റെ പാർട്ടിയുടെ ആളുകളിൽ നിന്നായിരിക്കും ആക്രമണം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നാം ഒരു മതത്തിൻ്റെ മതാധികാര ദുരയെ അല്ലെങ്കിൽ വർഗീയതയെ എതിർക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ടായിരിക്കും നമ്മൾ കഥയിലോ നോവലിലോ ഒക്കെ എഴുതുന്നത്. പിന്നെ ഹരീഷ് എഴുതിയതുപോലെ അതൊരു ഡയലോഗ് മാത്രമായിരുന്നു, ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റിയെടുത്തിട്ടാണ് അതിനെ പിന്നെ നായർ സ്ത്രീകളെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ വൃത്തികേട് എഴുതി എന്ന് പറയുന്ന രീതിയിൽ സംഘപരിവാർ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നാം എന്തെഴുതണം, എങ്ങനെ എഴുതണം എന്ന് പറയുന്ന ഒരു വലിയ ആദി, എങ്ങനെ എഴുതണം എന്നുള്ളതാണ് ആ ഒരു ആദി എന്ന് പറയുന്നത്. നമുക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല. പക്ഷെ മുമ്പാണെങ്കിൽ നമുക്ക് ഇത്രയധികം ഈ നിയന്ത്രണങ്ങൾ, ആക്രമണങ്ങൾ, മുമ്പും സെൻസർഷിപ്പ് പലതരത്തിലുണ്ട്. സമയം പറഞ്ഞോളൂ കേട്ടോ. മുമ്പും സെൻസർഷിപ്പ് പലതരത്തിലുണ്ടായിരുന്നു. പലപ്പോഴും സ്നേഹത്തിന്റെ രൂപത്തിലാണ് വീടുകളിലൊക്കെ ആ സെൻസർഷിപ്പ് ഉണ്ടായിരുന്നത്. വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട, അച്ഛനെ വിഷമിപ്പിക്കേണ്ട, ആങ്ങളെ വിഷമിപ്പിക്കേണ്ട, നാണക്കേടുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സ്ത്രീകൾ പലതും എഴുതാറില്ല. അതിനേക്ക് പൊളിച്ചത് മാധവിക്കുട്ടിയാണ്, അതിനെ പൊളിച്ചത്. ഇന്നത്തെ എഴുത്തുകാരികൾക്ക് അങ്ങനെയുള്ള ഒരു സ്നേഹത്തിന്റെ തട്ടിപ്പൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിന്റെ സെൻസർഷിപ്പിനെ നമ്മൾ മറികടന്നിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദനയേക്കാൾ എൻ്റെ വേദനയ്ക്കാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് എനിക്കേറ്റവും മുറിവുകൾ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അതിനെക്കുറിച്ച് എഴുതുക എന്ന് പറയുന്നതിനൊരു വലിയ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നോക്കൂ, എത്രയോ എഴുത്തുകാരികളാണ് എഴുതുന്നത്. മാത്രമല്ല, മുമ്പൊക്കെ എഴുത്തുകാരികൾ അടുക്കളയെ കുറിച്ച് എഴുതുന്നു, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ദാമ്പത്യത്തെ കുറിച്ച് മാത്രം എഴുതുന്നു, അടുക്കള ഭാഷയിൽ എഴുതുന്നു എന്നൊക്കെയായിരുന്നു വിമർശനം. ടി പത്മനാഭനൊക്കെ അങ്ങനെ സാറ ടീച്ചർ വല്ലാണ്ട് ആക്രമിച്ചിട്ടുണ്ട്. അല്പവിഭവങ്ങളാണ് സ്ത്രീകൾ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് നോക്കൂ, സ്ത്രീകൾ എഴുതുന്ന പ്രമേയങ്ങൾ, സ്ത്രീകൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ, ഈ അടുത്ത കാലത്ത് മലയാള സാഹിത്യത്തിൽ എഴുതിയിട്ടുള്ള, ഇപ്പം ഷീല ടോമി ആണെങ്കിലും സോണിയ ചെറിയാനാണെങ്കിലും ഒക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ, ഹിമാലയത്തിന്റെ മുകളിലൊക്കെ പോയി നിന്നിട്ട് സ്ത്രീകൾ ജീവിതം അനുഭവിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുക. അപ്പൊ ഇന്ന് അത്തരത്തിലുള്ള പിന്നെ സഞ്ചരിക്കാനുള്ള വിലക്കുകളെയൊക്കെ, അല്ലെങ്കിൽ തൊഴിൽ ഇന്ന മേഖലയിൽ ചെയ്യാൻ പാടുള്ളൂ, ഒരേ സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്, ചില ജോലികൾ സ്ത്രീകൾ അപേക്ഷിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ആ മേഖലയിലെ സ്ത്രീകൾക്ക് അതിൻ്റെ അനുഭവ ലോകം ആണ് മുഴുവൻ നഷ്ടപ്പെടുന്നത്. അങ്ങനെ പക്ഷെ അത്തരം സംഗതികളെ മുഴുവൻ ഇന്ന് എഴുത്തുകാരികൾ, പക്ഷെ പണ്ട് സരസ്വതിയമ്മ പറഞ്ഞതുപോലെ ഒരു മനുഷ്യജീവിയുടെ എടുക്കേണ്ടതിൻ്റെ എത്രയോ ഇരട്ടി അധ്വാനമാണ്, എത്രയോ ഇരട്ടി സ്ട്രെയിനാണ് എഴുത്തുകാരിയായിട്ടുള്ള സ്ത്രീകൾക്ക്, കലാകാരിയായിട്ടുള്ള സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ചോദ്യം ചോദിക്കാൻ അവസരം അടുത്ത റൗണ്ടിൽ വരുന്നതായിരിക്കും. ഏറ്റവും വലിയ ഹൈന്ദവ പാസത്തിന് ഇരയായ എഴുത്തുകാരനാണ് എസ് ഹരീഷ് നമ്മോടൊപ്പം ഉള്ളത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടം കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മളിന്ന് MD സാറിനെ അനുസ്മരിച്ചുകൊണ്ടാണല്ലോ ഈ വേദി പങ്കിടുന്നത്. നിർമാല്യം എന്ന സിനിമയുടെ ഏറ്റവും ഒടുവിലത്തെ സീൻ ഇന്ന് എടുക്കാൻ സാധിക്കും. നമ്മളിനി എത്ര രാഷ്ട്രീയ സാക്ഷരത പറഞ്ഞാലും, എത്ര മതേതരത്വ ബോധം പറഞ്ഞാലും, ഇതെല്ലാം ആശയത്തിൽ മാത്രമുള്ളതും അനുഭവത്തിലില്ലാത്തതുമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മീശയ്ക്കെതിരെ നടന്ന കലാപം. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രതികരിക്കാൻ ശേഷിയുള്ളത് എനിക്ക് തോന്നുന്നു എസ് ഹരീഷിനെ തന്നെയാണ്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വരാൻ സാധിച്ചതിൽ ആദ്യം സന്തോഷം പറയട്ടെ. ഇവിടെ സുനിൽ ആദ്യം പറഞ്ഞു, ഇന്ത്യയിലെ എഴുത്ത് ജാതി, മതം, ഭാഷ ഇതൊക്കെയായിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈയിടെ ഒരു ഹിന്ദിയിലുള്ളൊരു ഇംഗ്ലീഷിലൊരു പത്രപ്രവർത്തനമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ പോയി എത്ര വേണമെങ്കിലും ഇംഗ്ലീഷിൽ വിമർശിച്ചോളൂ, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇംഗ്ലീഷ് ചാനലുകളിൽ വന്നിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചോളൂ, BJPക്കെതിരെ അവർക്ക് യാതൊരു കുഴപ്പമില്ല, അല്ല സംഘപരിവാറിനെ സംസാരിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഹിന്ദിയിലോ ഭോജ്പുരിയിലോ
സംസാരിക്കാൻ അവർക്ക് ഇഷ്ടമില്ല. കാരണം ഇംഗ്ലീഷ് കുറച്ചുപേരെ മാത്രം ബാധിക്കുന്ന ബാധിക്കുന്ന സ്ഥലമാണ്. അത് സംസാരിച്ചുള്ളൂ. അത് ഈയിടെ എനിക്ക് അങ്ങനെ വളരെ രസകരമായിട്ട് തോന്നിയ സഹറു ഇവിടെ ഇരിപ്പുണ്ട്. സഹറു പറഞ്ഞു, സഹറുവിൻ്റെ പുസ്തകം ഇംഗ്ലീഷിൽ വന്നു. അപ്പോൾ സഹറു പറഞ്ഞത് ഞാൻ പറഞ്ഞത് മലയാളത്തിലായിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ സഹറു പറഞ്ഞു എനിക്ക് ചെറിയ പേടിയുണ്ട് മലയാളത്തിലാക്കാൻ എന്ന് പറഞ്ഞു. ഇത് നമ്മളെ ബാധിക്കുന്നുണ്ട് ഈ ഒരു കാര്യം. പിന്നെ ഇത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ഇത് പലപ്പോഴും കേരളത്തിൽ ഓരോ പത്രത്തിനും ഓരോ ജാതി ഉണ്ടെന്ന് നമുക്ക് വേണം പറയാം. ഓരോ പത്രവും വരുത്തുന്ന ഓരോ പ്രത്യേക ജാതിക്കാരാണ് ഓരോ പത്രം കൂടുതൽ വരുത്തുന്നത്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലോ ഓരോ വീടിൽ പത്രം നോക്കിയാൽ വീടിന്റെ ജാതി ഒരു പക്ഷേ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേരളം. അപ്പോൾ ഇതുമായിട്ട് കേരളത്തിലെ ഈ എഴുത്തിന് വളരെ ഒരു പ്രശ്നമുണ്ട്. അതെനിക്ക് നേരിട്ട പ്രശ്നം അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇത് മീശ ഒരു പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ആദ്യം ഇടപെട്ടത് ഇപ്പം സംഘപരിവാറിൻ്റെ ഒരു കുറേ ബഹളം വെക്കുന്ന ആളുകളുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ NSS എന്ന് പറഞ്ഞ ജാതി സംഘടന ഇടപെട്ടത്. അവർ മാതൃഭൂമിയെ പെട്ടെന്ന് പ്രതിരോധത്തിലാക്കി. അതിനുശേഷം അതിന് പിന്തുണയായിട്ട് വന്നത് ഇതായിരുന്നു, മറ്റേ ചില സ്ഥാപനങ്ങളായിരുന്നു. ഇപ്പോൾ ഭീമ ജ്വല്ലറി, കല്യാൺ ജ്വല്ലറി തുടങ്ങിയ സ്ഥാപനങ്ങളായിരുന്നു. അവർ പെട്ടെന്ന് പരസ്യങ്ങളൊക്കെ നിർത്തുന്നു. പരസ്യങ്ങൾ നിർത്തിയ ഒരു പത്രം എന്ത് ചെയ്യാൻ പറ്റും? എഴുത്തുകാരനെ ഉപേക്ഷിക്കുക പത്രത്തിന് നിവൃത്തിയുള്ളൂ. കാരണം പരസ്യം വളരെ പ്രധാനമാണ്. പരസ്യം ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടുത്തെ അധികാരശ്രേണി അല്ലെ എഴുത്തിൻ്റെ അധികാരശ്രേണി നിലനിൽക്കുന്നത്. മലയാളത്തിലെ ഏത് മാസികയിലാണ് സ്വതന്ത്രമായിട്ട് എഴുത്തുകാരൻ എഴുതാൻ പറ്റുക? നമ്മൾ വലിയ കാര്യങ്ങൾ എഴുതുക, ഇന്ത്യയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ അത് ഒരു സരിക്കുള്ള നിപ്പുണ്ട്. ഇപ്പോൾ ഒരു മാതൃഭൂമിയിൽ ഒരു എഴുത്തുകാരന് സ്വതന്ത്രമായിട്ട് 100% സ്വതന്ത്രമായിട്ട് എഴുതാൻ പറ്റും. മാധ്യമം, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമത്തിൽ ഒരു എഴുത്തുകാരൻ സ്വതന്ത്രമായിട്ട് എഴുതാൻ സാധിക്കും. മനോരമ എല്ലാത്തിനെയും പേടിക്കുന്ന ഒരു പത്രമാണ്. മനോരമയിൽ ഇന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഫോട്ടോ ഭാഷാഭൂഷയിൽ വന്നു. അത് കഴിഞ്ഞ് ടോം ജെ വട്ടപ്പൻ്റെ ഒരു ചിത്രം വന്നു. അത് വലിയ പ്രശ്നമായി. കേരളത്തിൽ എല്ലാത്തിനെ കുറിച്ച് എഴുതാൻ പറ്റില്ല, നമുക്ക് പറ്റില്ല. ദീപികയിൽ പറ്റുമോ? പറ്റില്ല. അങ്ങനത്തെ സ്പേസിൽ വളരെ കുറഞ്ഞ ഒരു സ്ഥലമാണ് കേരളം. ഈ സ്വതന്ത്ര എഴുത്ത് 100% സ്വതന്ത്ര എഴുത്ത് ഏതാണ്ട് അസാധ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സ്വതന്ത്രമായിട്ട് എഴുതുന്നുണ്ട്, തീർച്ചയായിട്ടും എഴുതുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ സ്പർശിക്കുമ്പോൾ, പ്രത്യേകിച്ചും മീശയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, മീശയുടെ പ്രശ്നത്തിൽ അവസാനം കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നേതാവെന്ന് പറയുന്ന പത്രമുതലാളി NSSന്റെ ഓഫീസിൽ ചെന്ന് ക്ഷമ പറഞ്ഞ് എഴുതി കൊടുത്തു. ഇനി മേലാൽ ഇത്തരം നോവലുകൾ പ്രസിദ്ധീകരിക്കില്ല, അവിടെയുള്ള പത്രാധിപരെല്ലാം ഞങ്ങൾ പറഞ്ഞു വിട്ടു, ഇനി ഇത്തരക്കാരെ വെച്ചുകൊണ്ടിരിക്കില്ലെന്ന് എഴുതി കൊടുത്തു. എന്നിട്ടും അയാൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു നടക്കുന്നുണ്ട്. വയനാടുകാരനാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത്തരം ഒരു വൈരുദ്ധ്യം കേരളത്തിൽ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ പറയട്ടെ, നമുക്ക് സംസാരിക്കാം. ഹരീഷിന്റെ തുറന്ന് പറച്ചിലുകൾ തീർച്ചയായിട്ടും നമുക്കറിയാം. ഈ ജാതീയമായി നീക്കം ചെയ്യപ്പെട്ട പത്രം, രാഷ്ട്രീയമായി നീക്കിവെക്കപ്പെട്ട പത്രം, ഇതൊക്കെ തീർച്ചയായിട്ടും ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കേരളത്തിലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ UP പീഡിപ്പിച്ചാലേ നമ്മൾ വാതുറക്കുള്ളൂ, UP പത്രത്തിന് എന്തെങ്കിലും പറ്റിയാലും നമ്മൾ വാതുറക്കുള്ളൂ എന്ന് വെച്ചാൽ കേരളത്തിൽ പോലും നിലനിൽക്കുന്നത് ഒരുതരം ഫാസിസമാണ്. അതായത് KPFN ഈ വലതുപക്ഷ ബുദ്ധിജീവികളെയും ഇടതുപക്ഷ ബുദ്ധിജീവികളെയും ഒരുപോലെ എതിർത്ത ആളാണ്, രണ്ടു കൂട്ടരെയും. അപ്പം അവസാനം ഇടതുപക്ഷത്തിന്റെ കൂടെ പിന്നെയും വിമർശിച്ചു. എന്തുകൊണ്ടാണ്? വലതുപക്ഷത്തിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇനി ഇടതുപക്ഷത്തെ ഒന്നുകൂടെ നന്നാക്കാൻ നോക്കാമെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ച വലിയ മനുഷ്യരുടെ ഇടയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അസ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറയുന്നത്. തീർച്ചയായിട്ടും കവിത കൊണ്ട് പല രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ശ്യാം സുധാകരനെ നമുക്ക് കേൾക്കാം. ആദ്യം തന്നെ ഇവിടെ എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ ചന്ദ്രി ടീച്ചറോട് പറയുകയായിരുന്നു, ഇവിടെ ഈ കഥാകൃത്തുക്കളുടെ ഇടയിൽ ഒരു ബ്ലാക്ക് ഷിപ്പായി ഒരു കവി ഇരിക്കുന്നു. അതിലെപ്പോഴും അത് സേഫ് സോൺ ആണോ എന്നുള്ളത് എപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇന്നത്തെ ചർച്ച സേഫ് സോണിൻ്റെ എന്താണ് സേഫ് സോൺ, പലപ്പോഴും എനിക്ക് തോന്നുന്നു അത് നമുക്ക് അത്ര ക്ലിയർ അല്ല. ഹരീഷ് ഇവിടുന്ന് ഇതിന് മുമ്പ് തുടങ്ങുന്ന സമയത്ത് എന്താണ് ഈ സേഫ് സോൺ, അത് അത്ര ക്ലിയർ അല്ല ഈ പറയുന്ന ഐഡിയ ഓഫ് സേഫ് സോൺ എന്ന് പറയുന്നത്. കാരണം എന്താ, അങ്ങനെ ഒരു സേഫ് സോൺ ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു എഴുത്തുകാരൻ ഇവിടുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ കേരളത്തിൽ മാത്രമേ ഇപ്പം ജീവിക്കാൻ പറ്റുന്നില്ല, എന്ന് ഇന്ത്യയിലെ ബാക്കി പല ഭാഗങ്ങളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. കേരളത്തിൽ കുറച്ചും കൂടി ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. എന്നാൽ ഇവിടുന്ന് തന്നെ എൻ്റെ അടുത്ത് വേറൊരാൾ പറയുകയാണ്, ഇന്നിപ്പോൾ വയനാട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എപ്പോഴാണ് മണ്ണിടിയുക, എപ്പോഴാണ് ഓരോ ടൂറിസം വല്ലാത്ത രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മളുടെ ഓരോ ആളുകൾക്കും നമ്മൾ വിഭാവനം ചെയ്യുന്നൊരു സേഫ് സോൺ എന്ന് പറയുന്ന ഒരു സാധനമാണ്.
അങ്ങനെ ഒരു യൂണിവേഴ്സൽ സേഫ് സോൺ എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതകളുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ജീവിക്കുക എന്നുള്ളതാണോ സേഫ് സോൺ? അതല്ലാത്ത സ്പേസുകളിലേക്ക്, അതായത് പ്രകൃതി എന്ന് പറയുന്ന സാധനത്തിനോട് കൂടുതൽ അതിനെ നിരാകരിക്കുന്ന, ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പോൾ കുറെ ഇഷ്യൂസും പല സാധനങ്ങളും ഉണ്ടാവുന്ന, മണ്ണിടിയുന്നു. അപ്പൊ എന്താണ് ഈ സേഫ് സോൺ എന്ന് പറയുന്നത്? പക്ഷികളും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരേ സേഫ് സോൺ തന്നെയാണോ ഉള്ളത്? ഇങ്ങനെ കുറെ ചിന്തകൾ മനസ്സിൽ ഈ ടോപ്പിക്ക് VS നിഷാദ് പറഞ്ഞപ്പോ തോന്നിപ്പോയി. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു സർപ്പം തുള്ളൽ നടക്കുന്നുണ്ട്. അവിടെ ഒരു വീടിന്റെ അടുത്തൊരു ബാലേട്ടനാണ് അത് ചെയ്യുന്നത്. എല്ലാ കൊല്ലവും ഈ സർപ്പം തുള്ളൽ സ്ഥിരമായിട്ട് നടക്കും. അപ്പൊ ഇപ്പൊ ഞാൻ ഇന്നലെ കുറച്ച് പെർഫോമൻസും സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടു. എനിക്ക് തോന്നുന്നത് എല്ലാ നാടുകളിലും ഇത്തരം ഹീലിംഗ് എന്ന് പറയുന്ന പല സർപ്പം തുള്ളലിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. ഒരു ബാലേട്ടൻ എന്തിനാണത് ചെയ്യണമെന്ന് എല്ലാ വർഷവും ചെയ്യും. കുറച്ച് ആളുകൾ പെർഫോമൻസ് വന്ന് പെർഫോം ചെയ്യും. നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ പോയി അത് കാണുന്നു, അതിന് ചുറ്റും ഇരിക്കുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം അത് നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും അത് നടന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്തിനായിരുന്നു നമ്മളിങ്ങനെ പോകുന്നത് ആ ഒരു പ്രദേശത്ത്. അപ്പൊ ഈ പറയുന്നതാണ്, അത് മൂപ്പരുടെ വീടിന്റെ മാത്രം കാര്യമല്ല, അതൊരു നാടിന്റെ കാര്യമാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രദേശം മുഴുവൻ തന്നെ ഒരു ചില ആളുകൾ അവിടെ വരുന്നു, ഒരു പെർഫോമൻസ്, അങ്ങനത്തെ വിശ്വാസത്തിന്റെ ഒരു കാര്യമാണ്. നമ്മൾ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ഐഡിയ, എനിക്ക് തോന്നുന്നത് ഓരോ എഴുത്തുകാരനും, അത് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും എല്ലാം തന്നെ എഴുത്തുകാരന്റെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഹീലിംഗ് ആണ്. ഈ ഹീലിംഗ്, ഈ സംഭവം നടക്കുമ്പോൾ ഈ പെർഫോമർ വന്ന് ചിലപ്പോൾ ഈ ഇത് ഫണ്ട് ചെയ്യുന്ന ആളുകളെ പ്രകീർത്തിക്കും, അതേസമയം തന്നെ അയാളെ വിമർശിക്കും. എനിക്ക് സർപ്പത്തുള്ളലിന്റെ കാര്യമാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ലോക്കൽ ഫ്ലെയറിലും ഉള്ള ഈ ഒരു പ്രകീർത്തിക്ക് മാത്രമല്ല, വിമർശിക്കും. പക്ഷെ ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എത്രത്തോളം എഴുത്തുകാരത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ഒരു കവി എന്നുള്ള രീതിയിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നില്ല ഒരു 40 വയസ്സിന് താഴെയുള്ള എഴുത്തുകാർ എത്ര പേര് ആക്റ്റീവായിട്ടുള്ള, പാസീവ് ആക്ടിവിസം അല്ല ഞാൻ പറയുന്നത്, ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ ഇതിലൂടെയോ പറയുന്നതല്ല, വളരെ ആക്റ്റീവായിട്ട് ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്നു, ഒരു കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെയോ പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കപ്പോ ഹരീഷ് പറഞ്ഞതുപോലെ ഈ ഒരു മാധ്യമത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കണം. ഞാൻ പറയുന്നത് അത് വേണ്ട എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. മാതൃഭൂമി വേണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ ഒരു മാഗസീനിൽ ഞാൻ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് വളരെ ധൈര്യപൂർവ്വം പറയുന്ന എത്ര എഴുത്തുകാരുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് ഈ ഒരു 40 വയസ്സിന് താഴെയുള്ള ഒരു തലമുറ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻപും അതെ, ആധുനികതയും ഇത് ഏകദേശം ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് എക്സെപ്ഷൻ ഒക്കെ ഉണ്ടാവാം. ഒരു കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു അവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട്, വേറെ അവരിൽ ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഭാഗമായി നിന്നുകൊണ്ട് മറ്റുള്ള ആളുകളെ വിമർശിക്കുക. അല്ലാതെ ബഷീറൊക്കെ പറയുന്ന പോലെ ഒരു സഹവർത്തിത്വം എന്ന് പറയുന്ന, നമ്മളെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ പല ഐഡിയോളജിയിലും പല പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു പ്രദേശത്ത് ജീവിക്കുന്നത്, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഭൂമിയുടെ അവകാശങ്ങളിലും എല്ലാം തന്നെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത്. അപ്പൊ ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാവുന്നു. മരുഭൂമി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മരുഭൂമി ഉണ്ടാവുന്നത് ആളുകൾ കൃത്യമായി സത്യം പറയാത്തത് കൊണ്ടാണ്. അതാണ് ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് നേരിനെ നേരായി കാണുക, അത് ഉറച്ച് പറയുക എന്ന് പറയുന്ന ഒരു സംഭവം പലപ്പോഴും ഈ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളമോ ഇന്ത്യയോ ഏത് സംസ്ഥാനമാണെങ്കിലും നമുക്ക് ആരൊക്കെയോ പേടിയുണ്ട്, കൃത്യമായിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അതിപ്പോഴും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ ഈ ഒരു അധികാരത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്ന രീതി, അധികാരത്തിനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ സ്കിപ്പ് ചെയ്യുന്ന രീതി. കാരണം റാബിനെ പോലുള്ള വലിയ എഴുത്തുകാര് ജീവിച്ചിട്ടുള്ള ഒരു ഇതാണ്, ഒരു സ്പേസ് ആണ് അവിടെ. എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്ത് വളരെ കൃത്യമായിട്ട് സത്യം എന്ന് പറയുന്ന സാധനം പൊതുജനത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതും ആ ഒരു സോഷ്യൽ ഹീലിംഗ് എന്ന് പറയുന്നതാണ് ഓരോ എഴുത്തുകാരന്റെയും ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോ ഇന്നലെ ഞാൻ വൈകുന്നേരം ഈ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് ആ കനലിപ്പൊക്കെ ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് ഞങ്ങൾ ആലീസ് എന്ന് പറഞ്ഞൊരു ടീച്ചറെ ഇവിടെ പരിചയപ്പെട്ടു. ടീച്ചർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ടീച്ചറും കുറച്ച് കൊലീഗ്സ്. അപ്പൊ ടീച്ചർ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം, ഇപ്പോഴത്തെ പുതിയ തലമുറ പുസ്തകം വായിക്കുന്നില്ല, അല്ലെങ്കിൽ എഴുതുന്നില്ല, വായിക്കുന്നില്ല. ടീച്ചറുടെ കുറച്ച് കൊലീഗ്സും. അപ്പോ എനിക്ക് സംശയം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു പുതുതലമുറയ്ക്ക് വായിക്കാനാവുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുൻപ് മുഴുവൻ തന്നെ ഈ എഴുത്തുകാരന്റെ ജീവിതവും എഴുത്തുകാരൻ എഴുതുന്നതും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല.
കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് വലിയ വലിയ പൊളിറ്റിക്സും വലിയ വലിയ കാര്യങ്ങളും ആയിരിക്കാം. പക്ഷെ അവനവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനവനത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അവനവന്റെ ജീവിതമാണോ അവനവന്റെ സന്ദേശം എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നത് പലരും നോക്കും. ഇല്ലെങ്കിൽ ഈ കുട്ടികളെ ഇപ്പൊ ഈ വായിക്കുന്ന ഈ വളർന്നു വരുന്ന ഈ ഒരു തലമുറയെ കൃത്യമായിട്ടും ക്യാപിറ്റലിസ്റ്റിന്റെ വലിയൊരു ഹോൾ, അതായത് അത് ടിവിയുടെ രൂപത്തിലും ഇപ്പൊ കോക്കോമെലന്റെ രൂപത്തിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും അത് തീർച്ചയായും അവര് ഇടുക്കുക തന്നെ ചെയ്യും. ഞാൻ പറയുന്നത് അതിനെതിരെ വരുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്ന ഓരോ പ്രതിരോധവുമാണ് ഓരോ എഴുത്തും എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ചെറുക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു എഴുത്തുകാരന് ഈ പറയുന്ന ഈ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സമൂഹവുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് എഴുത്തുകാരന് വേണമെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ സമയമായി ഒരു 3 മിനിറ്റ് കൂടി ഉണ്ടാവും, 2 മിനിറ്റ്. ഓക്കെ, ഞാൻ എൻ്റെ വരാൻ പോകുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു കവിത വായിക്കാം. അത് ഈ സന്ദർഭത്തിൽ അത് യോജിക്കുമെന്നുള്ളത് തോന്നുന്നു. ഈ കവിതയുടെ പേര് പട്ടണത്തിൽ പൂച്ച. ഞാനിത് ഈ കവിത വായിക്കാൻ കാരണം എങ്ങനെയാണ് ഒരു നായയല്ലാതെ, അതായത് ഒബീഡിയൻസ് ഒട്ടുമില്ലാതെ ഈ ഒരു ഭരണകൂടത്തിനോടും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇൻജക്ട് ചെയ്യാൻ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൊമസ്റ്റിക് സ്പേസ്, ഈ ഡൊമസ്റ്റിക് സ്പേസിൽ പല രീതിയിലും സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും വിമർശനങ്ങൾ കൊണ്ടും നമ്മുടെ മേലെ ഓരോ കാര്യങ്ങളും പതുക്കെ 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 കുത്തിവെക്കുന്ന ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ഒരു നായയല്ലാതെ ഒരു പൂച്ച പോലുള്ള ഒരു, അതായത് ഒന്നിനും അനുസരണ അല്ലാതെ അവനവന് മാത്രം ഒരു സ്പേസും ലോകവും കണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു പൂച്ചയെ കുറിച്ചാണ് ഈ കവിത. ഇത് വരാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് കടലിന്റെ കാവൽക്കാരനാണ്. അതിൽ പട്ടണത്തിൽ പൂച്ച എന്ന് പറയുന്ന ഒരു കവിതയാണ്. പട്ടണത്തിൽ പൂച്ച. ഒരു പൂച്ച ഉള്ളിലിരുന്ന് വളർന്നു വലുതാവാൻ എത്ര നാളെടുക്കും? ഉള്ളിലെ പട്ടണത്തിൽ ഏതില്ലം കടത്തിയാലും ഒരേപോലെ, കേൾക്കുന്നത് ഒരേ ഹോണടി, കാണുന്നത് ഒരേ പൊടിമണം, ഒരേ ഭക്ഷണത്തിന്റെ രുചി, ഒരേ മുദ്രാവാക്യങ്ങൾ, സമത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, ഒരേ പ്രതിരോധത്തിന്റെ അച്ചുകൾ, വിശ്രമ വേളകളിലെ പതിവ് വെള്ളച്ചാട്ടങ്ങൾ, ബോട്ടുകൾ, പോപ്കോൺ. ഉള്ളിലെ റോഡിന് കുറുകെ കടക്കുമ്പോൾ ഒരു സീബ്ര കുളമ്പ് നീട്ടുന്നു, വാലാട്ടുന്നു. റിവേഴ്സ് വരുമ്പോൾ ഒരണ്ണാൻ ചിലയ്ക്കുന്നു, ഒരു ടാങ്കർ ലോറി മുക്രയിടുന്നു. ഇരുട്ടിൽ ഒരു കുതിര സഡൻ ബ്രേക്കായി വന്ന് മുന്നിൽ വീഴുന്നു. ഒരു ഗർജനം രാത്രിയിലെവിടെയോ ഇടിച്ചു നിൽക്കുന്നു. പൂച്ച വളർന്നു വളർന്ന് വാൽ നീണ്ട് നഖങ്ങളും പല്ലുകളും രാവി എല്ലും മുള്ളും രുചിച്ച് ഉള്ളിലെ റോഡിലെ എല്ലാ വേഗതകളും വെട്ടിച്ച് എല്ലാ മേൽക്കൂരയും കീഴടക്കി ചൂടിൽ തണുപ്പിൽ ആവിയായി, ആരും കേൾക്കാത്ത കാലടിയായി, വിറയ്ക്കുന്ന മേൽവീശയായി, മറ്റേതോ ഭാഷയിലുള്ള സ്വപ്നങ്ങളിൽ മാത്രം വന്ന് നിഴലുകളിലൂടെ ഒടിമറഞ്ഞ് ഉള്ളിലെ പട്ടണത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്നു. ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത 2 ചെവികൾ എന്റെ പകലുകളെ വേട്ടയാടുന്നു. എന്റെ വേദനകളിൽ ഇരുന്നു കൊണ്ട് തന്നെ വലുതാകുന്നു. ഉള്ളിൽ നഖമാഴ്ത്തി കോറി വലിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു രീതിയിലുള്ള ഒട്ടും അനുസരണയില്ലാത്ത അല്ലെങ്കിൽ അത്തരം പൂച്ചകളായി ഓരോ എഴുത്തുകാർ അല്ലെങ്കിൽ ചിറകുള്ള പക്ഷികളായി സ്വാതന്ത്ര്യത്തിന്റെ വലിയ ഓരോ എഴുത്തുകാരും ഓരോ എഴുത്തും എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യത്തിന്റെ വലിയ പ്രഖ്യാപനം തന്നെയാണ്. ഓരോ എഴുത്തുകാരും സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നങ്ങളാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നന്ദി. ഒരു ഫോബിയയും കൂടാതെ ഒരുപക്ഷെ ആദ്യ നോവലിനെ തന്നെ രാഷ്ട്രീയ പ്രതിരോധമാക്കി മാറ്റിയ ആളാണ് വിനോദ് കൃഷ്ണ. വിനോദ് കൃഷ്ണ എങ്ങനെ പ്രതികരിക്കുന്നു? എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്ന സാഹിത്യവും അധികാരവും തമ്മിലുള്ള ടോപ്പിക്ക് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നത് തന്നെ ഹരിശേട്ടനെ പോലുള്ള ഒരാൾ സുപ്രീം കോടതി പോയിട്ട് സമ്പാദിച്ചൊരു വിധി ഉള്ളതുകൊണ്ടാണ്. അതിന് കാരണക്കാരനാണോ? അപ്പൊ ഇത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചാണ് മറ്റ് എഴുത്തുകൾ എന്നെപ്പോലുള്ള ആളുകൾക്ക് ചെയ്യാനൊരു ധൈര്യം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്കറിയാം ഡിസംബർ 6 എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ എന്ത് തരം ഓർമ്മയാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അത് നമ്മളെ എഴുത്തുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ
അത്തരം പുരോഗമനപരമായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഡിസംബർ 6 മാത്രമാണ് പള്ളി പൊളിച്ചൊരു ഓർമ്മ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. പക്ഷെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് DP നോക്കിയാൽ അറിയാം, ആ ബാബറി മസ്ജിദാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അത് അവിടെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അധികാരത്തോട് എഴുത്തുകാർ സ്കിപ്പ് ചെയ്യുന്നില്ല. അധികാരത്തോട് എപ്പോഴും എഴുത്തുകാർ ഏറ്റുമുട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള എഴുത്തുകാരാണ് ഈ പുതിയ കാലത്തിൻ്റെ റിയൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. മറ്റുള്ള ആളുകളെ നമുക്ക് പെരിഫറലായിട്ട് ചർച്ച എന്നൊക്കെ ഒഴിവാക്കാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ അധികാരങ്ങളോട് എപ്പോഴും ഒരു പ്രതിപക്ഷമായി നിൽക്കാൻ എഴുത്തുകാരൻ എപ്പോഴും ആർജവം കാണിക്കാറുണ്ട്. അങ്ങനെ ആർജവം കാണിക്കുന്ന എഴുത്താണ് ഭാവി എഴുത്തിനെ നിലനിർത്തുന്ന എഴുത്തായിട്ട് എപ്പോഴും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ മീശ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള അധികാരത്തോട് കലഹിച്ച പലതരം എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ 70s നമ്മളിപ്പോ ഈ വസന്തത്തിന്റെ ഇടിമുഴക്കം എന്നൊക്കെ പറയുന്ന ഒരു പീരീഡ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ കോവിലന്റെ റാ പോലുള്ള ഒരു കഥ, ഉപ്പുമാവിനെ കുറിച്ചുള്ള ഒരു രാഷ്ട്രീയമാണ് പറയുന്നത്. അതുപോലെ UP ജയരാജനെ പോലുള്ള ആളുകൾ എഴുതിയിട്ടുള്ള കഥകൾ, അതുപോലെ M സുകുമാരനെ പോലുള്ള ആളുകൾ എഴുതിയിട്ടുള്ള കഥകൾ, പിന്നെ OV വിജയൻ സാറിനെ പോലുള്ള കടൽ തീരത്ത് പോലുള്ള കഥകൾ, അതുപോലെ മുയൽവേട്ട പോലുള്ള കഥകൾ എഴുതിയിട്ടുള്ള NS മാധവൻ സാർ, ഇവരൊക്കെ അന്ന് അത്തരത്തിലുള്ള ഒരു അധികാരത്തിനെതിരെയുള്ള ഒരു കലഹം എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അധികാരത്തിനെതിരെയുള്ള കലഹം എന്ന് പറയുന്നത് സാഹിത്യത്തിന്റെ ഒരു DNA ആണ്. ആ DNA കാലം നമ്മൾ അത് ആ കാലത്തെ അടയാളപ്പെടുത്താൻ, ആ കാലത്തെ ഹിസ്റ്റോറിസൈസ് ചെയ്യുക എന്നുള്ളത് എഴുത്തുകാരൻ്റെ വലിയൊരു ധാർമ്മിക ബാധ്യതയാണ്. ആ ധാർമ്മിക ബാധ്യത ഏറ്റെടുക്കുമ്പോഴാണ് അധികാരത്തിനെതിരെയുള്ളൊരു കലഹമായിട്ട് നമ്മുടെ എഴുത്ത് മാറുന്നത്. അതുകൊണ്ട് മീശ പോലുള്ള സംഗതികൾ വരുന്നു, അതിനെ തുടർന്നുണ്ടാവുന്ന എഴുത്തുകൾ വരുന്നു, വലിയ ജനാധിപത്യ ബോധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ വരുന്നു. അത് സാഹിത്യത്തെ സംബന്ധിച്ച് നല്ല ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എപ്പോഴും ഒരു പ്രതിപക്ഷമായി ഇരിക്കുക എന്നുള്ളത് സാഹിത്യത്തെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അതിന് സാമൂഹ്യമായ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ, ഒരു എഴുത്തുകാരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് തന്നെയാണ്. അപ്പം അത് അങ്ങനെയുള്ളൊരു സാമൂഹ്യമായ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ അൽഗോരിതത്തിൻ്റെ ഒരു രാഷ്ട്രീയം പ്രവർത്തിക്കുമ്പോൾ പോലും നമ്മൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഒരു പ്രതീകാത്മകമായിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ പോലും ഇടുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പാർലമെന്റ് ആക്രമണം നടന്നത് ഇപ്പോൾ ഒരു മുസ്ലിം തീവ്രവാദികളാണ് ഇന്ത്യയിലെ പാർലമെന്റ് ആക്രമണം നടന്നതെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈയിടെ ഞാൻ അത് ഒരു ചരിത്രത്തിന്റെ ചില വായനകൾ നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവിടെ ആദ്യത്തെ ഇന്ത്യയിലെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ പാർലമെന്റ് ആക്രമണം നടത്തിയത് RSS ആണ്. ഗോൾവാൾക്കറുടെ നേതൃത്വത്തിൽ പുരി സ്വാമികളെയും അതുപോലെ സാധു സന്യാസിമാരെയും ഒക്കെ കൊണ്ടുപോയിട്ട് അവിടെ വലിയ റിവോൾട്ട് നടത്തി. അവിടുത്തെ പാർലമെന്റ് ഗേറ്റ് അടിച്ച് പൊളിച്ചു. 7 പേര് ആ കലാപത്തിൽ കൊല്ലപ്പെട്ടു. ഒരു പോലീസുകാരനടക്കം 8 പേരാണ് അതിൽ മരിച്ചത്. അപ്പൊ ഇത്തരം സാമൂഹികമായ ഓർമ്മകളെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റാത്തത്. അധികാരത്തോടുള്ള കലഹം നമുക്ക് സാധ്യമല്ലാതെ പോകുന്നത്, നാം അതിനോട് സമരസപ്പെട്ടു പോകുന്നത് ഇത്തരത്തിലുള്ള മറവികളെ നാം ബോധപൂർവം നമ്മുടെ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ അത്തരത്തിലുള്ള മറവുകൾക്കെതിരെയുള്ള സമരമായിട്ടാണ് മീശ പോലുള്ള സംഗതികൾ വരുന്നത്. അതിനുശേഷം വന്ന എഴുത്തുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ 9 ബെറേറ്റൊക്കെ എഴുതുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു ആദിയെ ഡിലീറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു സംഗതി മുന്നിലുള്ളത് കൊണ്ടാണ്. കാരണം അത്തരത്തിലൊരു ആദി ഇപ്പോൾ എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഈ കലഹം നാം ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു സംഗതിയല്ല. നമ്മുടെ ചുറ്റിലുമുള്ള നൈതികതയുള്ള ആളുകൾ, ചരിത്രത്തിൻ്റെ നൈതികത പേർന്ന ആളുകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സമരമാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട്, അതുകൊണ്ട് ആ വലിയ സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ എന്ന നിലക്ക് മാത്രമുള്ള എഴുത്താണ് ഓരോ ആളുകളും ചെയ്യേണ്ടത്. അതുകൊണ്ട് ആളുകൾ അത് സ്കിപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അധികാരത്തോടുള്ള കലഹം എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു സംഗതിയായിട്ട് വേണം എന്ന് നാം ശഠിക്കേണ്ടതുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിനോദ് പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മളിനി ഓപ്പൺ ഫോറത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് വിനോദിനെ പറഞ്ഞതിനൊന്ന് കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും അധികാരത്തോട് കലഹം പ്രഖ്യാപിക്കേണ്ടതുണ്ടോ? നമുക്കറിയാം, ധർമ്മപുരാണമൊക്കെ എഴുതിയത് ഇന്ത്യൻ രാഷ്ട്രീയ ജീർണതയെ അതിൻ്റെ അങ്ങേ അറ്റം പോയിട്ട് പൊള്ളിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ അട്ടിമറിക്കുന്ന അതിന് ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്. നമ്മളിവിടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വന്നത് മുഴുവൻ. നമുക്കറിയാം, ആൽബർട്ടിൻ സറാസാങ് ഒരു കൊടും ക്രിമിനലിനെ, അതായത് ഒരു വർഷം 360 ദിവസം അല്ല 66 ദിവസം ഉണ്ടെങ്കിൽ അതിൻ്റെ 3/4 ഭാഗവും ജയിലിൽ കിടക്കുന്ന ഒരു കൊടും ക്രിമിനലിനെ സ്നേഹിച്ചുകൊണ്ടാണ്, പ്രണയിച്ചുകൊണ്ടാണ് ആൽബർട്ടിൻ സറാസാങ് നൊവാൻസ് അണ്ടർ ദ വില്ലോ എന്ന് പറയുന്ന നോവൽ എഴുതിയത്. ജോൺ ആമോസ് കുള്ളറിന് ഒരു അഭിപ്രായം തോന്നുകയാണ്, കല്യാണം കഴിക്കണം, 2 കുട്ടികൾക്ക് ജന്മം നൽകണം. അത് കഴിഞ്ഞിട്ട് ജോൺ ആമോസ് കുള്ളർ
ഡച്ച് സാഹിത്യത്തിലെ ഏറ്റവും വലിയ പ്രതിരോധക എഴുത്തുകാരിയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവരതെല്ലാം വിട്ടിട്ട് മാറിപ്പോവുകയാണ്, ജീവിതത്തിൽ നിന്ന് എഴുത്തിലേക്ക് മാത്രം മടങ്ങുകയാണ് എന്ന് പറയുന്ന പോലെ അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ എസ് ഹരീഷ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് ഈ പ്രതിരോധങ്ങളെ എല്ലാം നേരിട്ട ഒരാൾ എന്ന രീതിയിൽ ആദ്യ ചോദ്യം അവിടെ തന്നെ ചോദിക്കണമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഈ ഭാരതം ഭരിക്കുന്ന ഭരണകൂടത്തിന് ഇഷ്ടപ്പെടുന്ന ശീർഷകം നിർമ്മിക്കുന്ന ചിലരുണ്ട് എഴുത്തുകാർ, എങ്കിലേ കേന്ദ്രത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ. കേരളം ഇടതുപക്ഷമാണ് ഭരിക്കുന്നെങ്കിൽ 5 വർഷത്തിനിടയിൽ വരുന്ന പുസ്തകത്തിന് ഇച്ചിരി ചുവപ്പ് നാടകളൊക്കെ ഉള്ള പേരുകൾ കൊടുക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇനി കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ അവർക്കിഷ്ടപ്പെടുന്ന ശീർഷകം ഉണ്ടാക്കുന്നവരുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രായോഗിക സംഗതികളാണ്. അധികം നൂലാമാലയുള്ള തത്വചിന്ത ഒന്നും ഇത് മനസ്സിലാക്കാൻ ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നിലനിൽക്കുന്ന സാഹിത്യത്തിൽ എഴുത്തിൽ ഒരുപക്ഷെ ഇതൊന്നും നോക്കാതെ, പത്രത്തിൻ്റെ രാഷ്ട്രീയം നോക്കാതെ, പ്രസാധകൻ്റെ രാഷ്ട്രീയം നോക്കാതെ എഴുത്തിൽ ഇടപെടുന്ന എങ്ങനെയാണ് ആ എഴുത്തിൽ ഈ ഇടപെടൽ തുടരാനാകുന്നത് ഇപ്പോഴും? അല്ലാതെ സുല്ല് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളോട് അല്ലെ അധികാര സ്ഥാപനങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളോട് അല്ലെങ്കിൽ അധികാര സ്ഥാപനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എഴുത്തുകാർക്കാണ് എപ്പോഴും സുഖകരമായ ജീവിതമുള്ളത്. കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റും, കൂടുതൽ സ്ഥലങ്ങളിൽ പോകാൻ പറ്റും, കൂടുതൽ വേദികൾ അവർക്ക് കിട്ടും. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. അതിന് കേരളത്തിലും അങ്ങനെ തന്നെയാണ്, അത് ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളതിനെ അധികം അത്ര ബേജാറാകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ. കാരണം എന്താ പറഞ്ഞാൽ എഴുത്തെന്ന് പറഞ്ഞാൽ മനുഷ്യാവസ്ഥയുടെ വിശകലനങ്ങളാണ്. മനുഷ്യാവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്, നമ്മളതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ്. തീർച്ചയായിട്ടും അത് നിലനിൽക്കുന്നത് ആളുകളുടെ ഉള്ളിലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച്, അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് അധികം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് താൽക്കാലികമായ ഒരുപക്ഷെ നേട്ടങ്ങളായിരിക്കും. ഇപ്പം 100 വർഷം മുമ്പ് അല്ലെങ്കിൽ 125 വർഷം മുമ്പത്തെ മലയാള സാഹിത്യം എടുത്ത് നോക്കിയാൽ, 100 എനിക്ക് തീർച്ചയില്ല, അന്നത്തെ ഏറ്റവും വലിയ എഴുത്തുകാരൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനായിരുന്നു. AR രാജരാജവർമ്മയാണ് ഒരു ആമുഖം എഴുതി കൊടുത്തത് കുമാരനാശാൻ. കുമാരനാശാൻ അതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷെ ഇന്ന് ആരാണ് നിലനിൽക്കുന്നത്? തീർച്ചയായിട്ടും കുമാരനാശാൻ ആണ് നിലനിൽക്കുന്നത്. അല്ലാതെ AR രാജരാജവർമ്മയൊന്നും മലയാളം പഠിപ്പിക്കുന്ന കുട്ടികളല്ലേ ഓർക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ആരും ഓർക്കുന്നില്ലല്ലോ. അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ അതിനെക്കുറിച്ച് അധികം ആശങ്കപ്പെടേണ്ടതില്ല. നമ്മുടെ മനുഷ്യാവസ്ഥയെ വിശകലനം ചെയ്യുന്ന നല്ല കൃതികൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക, അത് ധൈര്യപൂർവ്വം എഴുതുക. പിന്നെ വിനോദ് പറഞ്ഞ പോലെ തന്നെ ഈ എപ്പോഴും അധികാര സ്ഥാപനങ്ങളോടുള്ള പോരാട്ടം എഴുത്തുകാരൻ സാധിച്ചിട്ടിരിക്കും. അത് അവൻ്റെ വഴിയിൽ വന്നു ചേരുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക്. നമ്മുടെ വഴിയിൽ വന്ന് വിനോദ് നയനമ്മ ബെരേറ്റ എന്ന് പറയുന്ന നോവൽ എഴുതിക്കഴിഞ്ഞ് വിനോദിന്റെ വഴിയിൽ വരുന്നതാണ് ആ പോരാട്ടം. അല്ല വിനോദ് ആ പോരാടാൻ തീർച്ചയായിട്ടും പിച്ചാത്തി എടുത്ത് ചാടുന്ന ആളല്ല വിനോദ്. അതിന്റെ വ്യത്യാസമുണ്ട് അതിന്. തീർച്ചയായിട്ടും അത് ആ എഴുത്ത് ആ പ്രമേയം എടുക്കുന്നു, അതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യയിൽ ധൈര്യപൂർവ്വം എഴുതുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന വെല്ലുവിളികളാണ് നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എഴുത്ത് നമ്മുടെ ആന്തരികമായ ഒരു ചോദനയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്രയുള്ളൊരു ഓപ്പൺ ഫോറമാണ്, ചോദ്യങ്ങൾ ചോദിക്കാം. 13 മിനിറ്റേ ഉള്ളൂ. 13 മിനിറ്റ്. ചോദ്യങ്ങളില്ലാതിരിക്കുന്നത് തന്നെ വലിയൊരു ഗതികേടാണ്. അങ്ങനെ ഈ ചോദ്യങ്ങളില്ലായിരിക്കുമ്പോൾ ഇങ്ങനെ ചർച്ചയുടെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഒരു ഭരണവ്യവസ്ഥയിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ടൊരു സമൂഹമാണ്. അതിനെ നിരന്തരം എതിർക്കുക എന്നുള്ളതാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരാളുടെ കടമ എന്ന് പറയുന്നത്. ഒരുപാട് എല്ലാ കാലത്തും എഴുത്തിനെ ഇങ്ങനെ എഴുത്തുകാർക്കെതിരെ അല്ലെങ്കിൽ ഈ അധികാര വ്യവസ്ഥയോട് എതിരിട്ടത് വളരെ ചുരുക്കം എഴുത്തുകാരാണ്. നമ്മുടെ വളരെ പ്രശസ്തരായ പല എഴുത്തുകാരും സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് സാഹിത്യം എഴുതുകയും പല അവാർഡുകൾ നേടുകയും എല്ലാം ചെയ്തത്.
ഇന്ന് ഏറ്റവും വലിയ ഗതികേട്, ഒരു സംഭവം സമൂഹത്തിലുണ്ടായാൽ പ്രതികരിക്കണമെങ്കിൽ എഴുത്തുകാർ അതൊരു 5-6 ദിവസം ആലോചിക്കും, ഇത് പ്രതികരിക്കുകയാണോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമോ, ഇനി ആരാണില്ല, ഇതൊക്കെ നോക്കിയാണ്. പണ്ടങ്ങനെയല്ല. സുമാർ അഴീക്കോടിനെ പോലെ അല്ലെങ്കിൽ MP പോളിനെ പോലെ അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ അവർ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതിനെ പ്രതികരിക്കുന്നവരല്ല. അപ്പൊ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്തിന് മേളിൽ അവന്റെ തല ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ കാരണം ഇപ്പം വളരെ വളരെ വേസ്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറയാം. മാതൃഭൂമി അവരുടെ ലിറ്റററി ഫെസ്റ്റിവലിൽ നടക്കുന്നതിനനുബന്ധിച്ചൊരു ചോദ്യം ഇവരോട് അതായത് ഈ ഇൻസിഡന്റ് പറയാൻ വേണ്ടി പറഞ്ഞു. ഒരു അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അഭിപ്രായത്തിൽ വളരെയധികം ആൾക്കാർ വന്നു. അപ്പം ഈ ജുഡീഷ്യറിയിൽ നടക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ ഹയറാർക്കിയെ കുറിച്ച് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിനെതിരെ ആർക്കും ഒന്ന് പറയുന്നത്. എനിക്ക് മീശ എഴുതിയ ഹരീഷിനുണ്ടായ വളരെയധികം, അതായത് അന്ന് ഹരീഷിനോടൊപ്പം ഒരുപാട് പ്രബലമായ എഴുത്തുകാർ കൂട്ടായിരുന്നവർ പോലും അവസാനം ഹരീഷിനെ കൈവിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മാതൃഭൂമി പത്രം പറയുന്നത് വെച്ചാൽ ഗാന്ധിജി വെടിയേറ്റ് വീണ മണ്ണ് സൂക്ഷിക്കുന്ന പത്രമാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. അവർ തന്നെയാണ് ഒരു സാമുദായിക നേതാവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് ആ പത്രത്തിൻ്റെ അന്തസ്സെല്ലാം കെടുത്തി. ഇതിനെ എങ്ങനെയാണ് മീശ എന്നൊരു നോവൽ എഴുതിപ്പോയത് കൊണ്ട് നിങ്ങൾ പ്രതിരോധിച്ചു? അല്ല, ഞാനത് പറഞ്ഞല്ലോ, അത് അവരുടെ ഗതികേടാണെന്നുള്ളതേ ഉള്ളൂ. ആ പത്രത്തിൻ്റെ ഗതികേട് അത് നമ്മുടെ സാമൂഹ്യാവസ്ഥയുടെ പ്രതിഫലമാണ്. അല്ലാതെ ഞാൻ അവരെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല. കാരണം അവരുടെ നിലനിൽപ്പ് അവർക്ക് നോക്കണമല്ലോ. നമ്മുടെ അവസ്ഥയിൽ പലപ്പോഴും ഒരു സ്വതന്ത്ര സ്ഥാപനത്തിന് പലപ്പോഴും സ്വതന്ത്ര എഴുത്തിനെ അനുവദിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നടന്നത്. പിന്നെ എഴുത്തുകാരെന്നെ കൈവിട്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എഴുത്തുകാരെ അന്നും ഇന്നും മിക്കവാറും പേരൊക്കെ എന്നെ പിന്തുണച്ചവരാണ്. അതൊക്കെ നമ്മുടെ ഒരു ധാരണയാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ അത് ഇന്നത്തെ കാലത്ത് കാര്യമായിട്ട് ബാധിക്കുന്ന കാര്യവുമല്ല എഴുത്തുകാരെ. ഇപ്പം CS ചന്ദ്രിക ഒരു കഥ എഴുതി, അത് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ ഇന്ന് പ്രിന്റർ മീഡിയയുടെ കാലം ഏതാണ്ട് അവസാനിക്കാറായി. നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷനുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നുണ്ട് ആൾക്കാർ, അത് വേറൊരു വസ്തുത. പക്ഷേ നമ്മുടെ മുന്നിൽ വേറെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അധികം ഭയക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിന്റർ മീഡിയയുടെ തകർച്ചയെക്കുറിച്ച് വേറെ സാധ്യതകളുണ്ടല്ലോ നമുക്ക്. നമസ്കാരം, എൻ്റെ പേര് ദീപ്ന ദാസ്, കണ്ണൂരാണ് വീട്. എൻ്റെ ചോദ്യം വിനോദേട്ടനോടാണ്. ഓർമ്മയില്ല സാർ, അത് നൈനമം വരേറ്റ വായിച്ചപ്പോൾ ഉണ്ടായ കാര്യമൊക്കെ ഞാൻ സാറിനോട് അന്ന് പങ്കുവെച്ചതാണല്ലോ. നൈനമം വരേറ്റ വായിച്ചപ്പോൾ ഉണ്ടായ വികാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇത്രയും രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഒരു നോവലാണ് നൈനമം വരേറ്റ. അപ്പൊ ആ നോവൽ എഴുതി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് അത് പുസ്തക ചർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്, ഇത് എഴുതിയ ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു ചോദ്യം അതിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യം എന്തുകൊണ്ടായിരിക്കാം എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ഭീഷണികൾ സാറിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ, അതെങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ. സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടുകൂടാൻ തോന്നുന്നു അല്ലേ? വല്ലാത്ത ചോദ്യമായി പോയി. അങ്ങനെ ഭീഷണിയൊന്നും വന്നിട്ടില്ല. പിന്നെ ഇത് അധികാരത്തിനെതിരെയുള്ള കലഹം ആയിട്ടൊക്കെയാണ് ആളുകൾ വായിക്കുന്നത്. ഇത് മതത്തിനെതിരെയുള്ള കലഹമാകുമ്പോൾ ഈ ഇന്ത്യയിൽ എന്തെങ്കിലും ഭീഷണിയൊക്കെ ഉണ്ടാവും തോന്നുന്നു. കാരണം അവര് വാങ്ങിയ കത്തി അവർക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് മതത്തിനെതിരെ സംസാരിക്കുന്ന എന്തെങ്കിലുമാണ്. അങ്ങനെ മതത്തിനെതിരെ സംസാരിക്കുന്നതൊന്നും ഈ നോവലില്ല. അതായിരിക്കണം ഒരു കാരണം. അതൊരു വളരെ കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതെ, ഉത്തരം പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ലോണം വിശകലനം ചെയ്ത് പറയേണ്ടി വരും. കേരളത്തിലെ വിശാലമായ ഇടതുപക്ഷം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് എഴുത്തുകാർക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം എന്ന് പറയുന്നത് പരിപൂർണമായ നീതി, പരിപൂർണമായിട്ടുള്ള
ജനാധിപത്യ മൂല്യ എന്താ പറയുക സ്ഥാപനം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന, നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഐഡിയോളജിയാണ്. കക്ഷി രാഷ്ട്രീയ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അതിൽ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് ലോകമാകെയും അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊരു ജീവിതമായിരുന്നു അത്. അതെല്ലാം തവിട് പൊടിയായി പോയി. അതുപോലെ മറ്റ് പല സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെയും തകർച്ച കാണുന്നു. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദയം കാണുന്നു. അപ്പോഴൊക്കെ നാം ആഗ്രഹിക്കുന്നത് എഴുത്തുകാർ ഏതു തരത്തിലുള്ള ഫാഷിസം ആണെങ്കിലും, അത് പിന്നെ വർഗീയ മത രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള, സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഫാഷിസം ആണെങ്കിലും, അല്ലെങ്കിൽ മറ്റേതൊരു ഐഡിയോളജിയുടെ ഭാഗമായിട്ടുള്ള പിന്നെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാഷിസം ആണെങ്കിലും, അല്ലെങ്കിൽ ജനാധിപത്യ ധ്വംസനം എന്ന് പറയാം, എഴുത്തുകാരെ നിയന്ത്രിക്കുന്നത് നല്ലതല്ല. എഴുത്തുകാർ ആ നിയന്ത്രണത്തിന് വിധേയമാകുന്നതും നല്ലതല്ല. കാരണം എഴുത്തുകാർ എപ്പോഴും സത്യം വിളിച്ച് പറയാനുള്ളവരാണ്. അതിൽ മുഖം നോക്കാൻ പാടില്ല, രാഷ്ട്രീയം നോക്കാൻ പാടില്ല, സർക്കാരിനെ നോക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ പരിസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിലൊക്കെ നമുക്ക് ഇടതുപക്ഷം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയാണ് എന്നുള്ള അഭിപ്രായം വയനാട്ടിലിരിക്കുന്ന എഴുത്തുകാർക്ക് എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയൊരു ഉരുൾപൊട്ടൽ തീർച്ചയായിട്ടും വരും. അല്ലെങ്കിൽ ഒരുപക്ഷെ വയനാട്ടിലായിരിക്കില്ല, വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടും. ഒപ്പം തന്നെ നമ്മുടെ വികസനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ പ്രകൃതിയെക്കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു എഴുത്തുകാർ തന്നെയാണ് കൂടുതലും സംസാരിക്കേണ്ടത്, എഴുതേണ്ടതും. അപ്പം കറക്റ്റീവ് ഫോഴ്സായിട്ട് നിൽക്കാൻ എഴുത്തുകാർക്ക് പറ്റും. അല്ലെങ്കിൽ സത്യം വിളിച്ച് പറയാൻ അതൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കും മനുഷ്യ മനസ്സിൽ. അത് വായിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ, അത് കേൾക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാക്കും. അതാണല്ലോ എഴുത്തിൻ്റെ ഒരു ഗുണം. അതുകൊണ്ടാണല്ലോ എഴുത്തുകാർ സ്നേഹിക്കപ്പെടുന്നത്. അപ്പം അതിനെയൊന്നും എന്താ പറയുക, സത്യമൊന്നും പറയാതെ സൗകര്യപൂർവ്വം എഴുതുന്ന എഴുത്തുകാരെ കാലക്രമേണ ആളുകൾ തള്ളിക്കളയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും. പക്ഷേ ഒരു അവാർഡ് അല്ലെങ്കിൽ ഇന്നത്തെ കാലം ഭീകരമാണ്, വളരെ സങ്കീർണമാണ്. പുസ്തകം എഴുതുക എന്ന് പറയുന്നത് വലിയ പാടുപിടിച്ച പണിയാണ്. 3-3.5 വർഷം ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ ഒരു നോവൽ ഇപ്പോൾ എഴുതി തീർത്തത്. എന്തൊരു സമയം, എന്തൊരു അധ്വാനം, നമ്മുടെ സാമ്പത്തിക നഷ്ടങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു പുസ്തക പ്രസാധന രംഗം, പുസ്തക വിൽപ്പന രംഗം, പുസ്തക വായന രംഗം എന്ന് പറയുന്നത് തന്നെയും ഒരു വലിയ ദുരിതം പിടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങൾ പിടിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ആളുകൾ എഴുതുന്ന പുസ്തകം വിറ്റുപോകാൻ വേണ്ടി അവാർഡുകൾ സംഘടിപ്പിക്കുന്നു. അവാർഡുകൾ കിട്ടാൻ വേണ്ടി പലരെയും സുഖിപ്പിക്കുന്നു, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവാർഡുകൾ അംഗീകാരമാണ്. ഈ അംഗീകാരം കിട്ടുമ്പോൾ സാമൂഹ്യമായിട്ടുള്ള സ്ഥാനങ്ങൾ കിട്ടുന്നു, അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങൾ കിട്ടുന്നു, പദവികൾ കിട്ടുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ, അതിപ്പോൾ ഏത് സർക്കാരാണെങ്കിലും, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക്, പ്രത്യക്ഷത്തിൽ ചേർന്ന് നിൽക്കുന്ന, അതിനെ വിമർശിക്കാതെ നിൽക്കുന്ന, ഒന്നും സ്വയം, ഇടതുപക്ഷ പാർട്ടികളാണെങ്കിലും ഒന്നും സ്വയം സമ്പൂർണ്ണമൊന്നുമല്ല. അവർ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് തിരുത്താനുള്ള ഒരു ആർജവം ഉണ്ടാകണമെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള എഴുത്തുകാരുടെ പക്ഷത്തു നിന്ന് ഒക്കെ വലിയ വിമർശനം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വതന്ത്ര ചിന്ത എഴുത്തുകാർ നിലനിർത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ എഴുത്തുകാരുടെ തന്നെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഞാൻ ഒരു ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതാണ്. എന്ന് വെച്ച് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല. വിമർശിക്കാൻ ഏറ്റവും ഉത്തരവാദിത്വമുള്ളത് ഇടതുപക്ഷക്കാരായിട്ടുള്ള എഴുത്തുകാർക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ സമയം പൂർണ്ണമാകുകയാണ്. ഏകദേശം സമയം തീരാറായ അടുത്ത സെഷനിലേക്ക്. അതുകൊണ്ട് തന്നെ ഇതിനോടൊന്ന് കൂട്ടിച്ചേർത്ത് പറയുകയാണ്. 3 മാപ്രത്യയങ്ങളാണ് ഒരുപക്ഷെ ആ ചോദ്യത്തിൻ്റെ മറുപടി കംപ്രസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. 3 മാപ്രത്യയങ്ങളൊന്ന് എടുത്തു നോക്കുക. മാധ്യമം, മാർക്സിസം, മലയാളി.
എല്ലാ കാലത്തും മൈദാത്മകതയാണല്ലോ, മൈദ കൊണ്ട് ചതിക്കപ്പെട്ട കുറച്ചു പേരുണ്ട് ഇന്ത്യയിൽ. ബംഗാളിൽ മൈദ കുഴച്ച് പോസ്റ്റർ ഒട്ടിച്ച അതേ ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പൊറോട്ട അടിക്കുന്നത്, പെരുമ്പാവൂരും മറ്റുമൊക്കെ. അങ്ങനെ മൈദയാൽ ചതിക്കപ്പെട്ട ഒരു ഇസമുണ്ട് ഇവിടെ, മാർക്സിസം. ബംഗാളിൽ എങ്ങനെ ചതിക്കപ്പെട്ടോ അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന. അപ്പോൾ അതുകൊണ്ട് വലിയ ആദർശം ആയ ഒരു മാർക്സിസം എന്ന് പറയുന്ന ഒരു സംഗതി ഏത് രീതിയിലാണ് മലയാളിയെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, കണ്ട് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത CS ചന്ദ്രിക, S ഹരീഷ്, വിനോദ് കൃഷ്ണ, ശ്യാം സുധാകർ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിനൊരു മറുപടിയും കൂടെ ഉണ്ട്, ഒരൊറ്റ വാചകത്തിൽ ശ്യാം പറയും. എനിക്ക് തോന്നുന്നത് ഇതിന് ഏറ്റവും നല്ല മറുപടി MT തന്നെയാണ്. കാരണം എത്രയോ കാലമായി ഒരു വലിയ പക്ഷത്തോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ഒരു വലിയ മനുഷ്യനായിരുന്നു MT. അപ്പോൾ എനിക്ക് തോന്നുന്നത് MT ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അത്തരം അതിൻ്റെയൊക്കെ ബിയോണ്ടായിട്ട് ഇപ്പോൾ MT ആരൊക്കെയാണ് വോട്ട് ചെയ്തതെന്നുള്ള നല്ലൊരു പോയിന്റ്, ആരുടെ പിൻബലത്തിലാണ് MT വളർന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ MTയുടെ എഴുത്തിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് നമ്മൾ വളർന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു വലിയ എഴുത്തുകാർ, മറ്റേ വിനോദ് നേരത്തെ പറഞ്ഞ പോലെ അത്തരം മോഡൽസ് നമുക്ക് മുൻപിലുണ്ട് ഉറപ്പായിട്ടും. അപ്പോൾ അതിൻ്റെ പിന്തുടർന്ന് വരുന്ന ഒരു നിര അത് അടുത്ത തലമുറയിലേക്ക് കൈമാറുമെന്ന് തന്നെയാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുൻകണ്ട് നിൽക്കുന്ന എഴുത്തുകാർ അല്ല കേരളത്തിലെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാർ എന്ന് വേണം വിശ്വസിക്കാൻ. നേരത്തെ ചോദിച്ചതിൻ്റെ ബന്ധപ്പെട്ട ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. വിമർശനങ്ങൾ വരുമ്പോൾ ചന്ദ്രികയോടാണ് ചോദിക്കുന്നത്, ഏത് തരത്തിലാണ് പ്രതികരിക്കാറുണ്ടായിരുന്നത്? അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിമർശനങ്ങൾ നേരിടുമ്പോൾ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുന്നത് കൂടുതൽ സേഫാണ്, അങ്ങനെ ആ രീതിയിൽ അത് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇതാണ് ചോദിക്കാൻ വരുന്നത്. അപ്പോൾ അതാണ് ചോദിക്കാൻ. വിമർശനം, നല്ല വിമർശനങ്ങൾ നമുക്ക് നന്നായിട്ടാണ് തോന്നുക. പക്ഷേ എനിക്ക് കേട്ടിട്ടുള്ള വിമർശനങ്ങൾ, ഞാൻ നേരിട്ടിട്ടുള്ള വിമർശനമല്ല, അത് ആക്രമണമാണ്. അത് പ്രധാനമായിട്ടും സെക്ഷുവാലിറ്റിയെ കുറിച്ച് എഴുതുമ്പോൾ, അതുപോലെ തന്നെ ഹിന്ദുത്വ ഫാഷിസത്തെ എതിർക്കുമ്പോൾ ഉണ്ടാവുന്ന ആക്രമണമാണ്. അതിനോട് യാതൊരു തരത്തിലുള്ള സന്ധിയും ഇല്ല, അതിനോട് നമ്മൾ നേരിട്ടിട്ട് പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടും പറഞ്ഞ പോലെ എഴുത്തിക്കൂടെ തന്നെയാണ് നമുക്ക് പ്രതിരോധിക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ളത്. നമ്മളെപ്പോഴും ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു പാർട്ടി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾക്ക് ഇനി കാണാനായിട്ട് സാധിക്കില്ല. മറിച്ച് അത് നീതിയുടെ പക്ഷം എന്ന് മാത്രമേ ഞാനിപ്പോൾ അതിനെ മനസ്സിലാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ സത്യത്തിൻ്റെ പക്ഷം. ആ അർത്ഥത്തിലാണ് അതിനെ വളരെ വിശാലമായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റുക. അത് എവിടെയൊക്കെ അനീതികൾ നടക്കുന്നുണ്ടോ, എവിടെയൊക്കെ ജനാധിപത്യ അവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടോ അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് മുസ്ലിം ന്യൂനപക്ഷത്തെ ആക്രമിക്കുമ്പോഴും, ആദിവാസിയെ സ്വന്തം സ്ഥലത്ത് നിന്ന് ഇറക്കി വിടുമ്പോഴും, അല്ലെങ്കിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമ്പോഴും, പള്ളികൾ കത്തിക്കുമ്പോഴും ഒക്കെ അതാര് ചെയ്തു എന്ന് അല്ല നമ്മൾ നോക്കുന്നത്. മറിച്ച് അവിടെ ഒരു അനീതി നടന്നിരിക്കുന്നു, ആ മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുക, നീതിയോടൊപ്പം ചേർന്ന് നിൽക്കുക, അവകാശത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ള പക്ഷത്താണ് എഴുത്തുകാർക്ക് സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ എഴുതാനുള്ളത്. ചിലപ്പോൾ ആ സമയത്ത് എല്ലാവരും സംസാരിച്ചെന്ന് വരില്ല, പക്ഷെ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് അത് എഴുത്തിൻ്റെ രൂപത്തിലായിരിക്കും വരിക. അതാണ് നേരത്തെ വിനോദ് ചോദിച്ചത്, എല്ലാവർക്കും ഇങ്ങനെ ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ മുത്തങ്ങ സമരം നടക്കുന്ന സമയത്ത് എനിക്ക് പറയണമെന്നുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ആക്ടിവിസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടിയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗും കൂടിയുള്ള ഒരു എഴുത്തുകാരിയാണ്. ആദിവാസി സമരം നടന്ന സമയത്ത്, മുത്തങ്ങ സമരത്തിൻ്റെ സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല, ഞാനിന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ അനുഭവിച്ച പ്രക്ഷുബ്ധത മുഴുവൻ പിന്നീട് ഞാൻ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് 2 കഥകളായിട്ടാണ് എഴുതിയത്. അങ്ങനെയും സംഭവിക്കാം. നമുക്ക് നേരിട്ടിട്ട് ആക്ടിവിസത്തിൽ ഇടപെടണമെന്നില്ല, നേരിട്ടിട്ട് നമ്മൾ ചിലപ്പോൾ എന്താ പറയുക സമരത്തിന് ഇറങ്ങി പുറപ്പെടണമെന്നില്ല. പക്ഷെ ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു വേദന, അല്ലെങ്കിൽ ആ മുറിവ്, അല്ലെങ്കിൽ ആ എതിർപ്പ് എന്താണോ നമ്മളെ ഹോണ്ട് ചെയ്യുന്നത്, അത്
എപ്പോഴും എഴുത്തെന്ന് പറയുന്നത് സ്വയം ഒരു ഹീലിംഗും കൂടിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മിക്കവാറും എഴുത്തുകാർ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഏറ്റ മുറിവ്, സമൂഹത്തിൽ നാം കാണുന്ന മുറിവുകൾ, അതിനെയൊക്കെ ഉണക്കാൻ നമ്മൾ ചെയ്യുന്ന നിരന്തരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് എഴുത്ത്. അത് ഞാൻ എന്നെ തന്നെ മുറിവ് ഉണക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊപ്പം അതുമായിട്ട് താതാത്മ്യപ്പെടാൻ പറ്റുന്ന, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ മനുഷ്യർക്കും അത് ആ തരത്തിലൊരു ഹീലിംഗ് കൊടുക്കും. അല്ലെങ്കിൽ ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ ഒരു കാഴ്ചയോ ഒരു അവബോധമോ അല്ലെങ്കിൽ ഒരു ചിന്തയോ ഒക്കെ കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളെ വായിക്കുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുന്നതും ഒക്കെ. എല്ലാ നല്ല എഴുത്തുകാരെയും അങ്ങനെയാണല്ലോ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഞാൻ പെട്ടെന്ന് പറയാം. ഇപ്പോൾ എനിക്ക് നേരെ ഭയങ്കരമായിട്ടുള്ള വൃത്തികെട്ട ലൈംഗികത കലർത്തിയിട്ടുള്ള ചില ചീത്തവാക്കുകളും ഒക്കെ ഉള്ള ഒരു 5000 പേരുടെ ആക്രമണമായിരുന്നു. 1000-ലധികം ഉണ്ട്. അന്ന് ഞാൻ ശരിക്കും പേടിച്ചു പോയി. എനിക്കിതൊന്നും കേട്ട് പരിചയമില്ല, എങ്ങനെയൊന്നും കേട്ട് പരിചയമില്ല. ഞാൻ വലിയ വിപ്ലവകാരിയൊക്കെയാണ്, പക്ഷെ ഇങ്ങനെ തെറി കേട്ടിട്ടില്ല ഞാൻ. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷാദവും എന്താ പറയുക ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അരുന്ധതി റോയുടെ ഫോട്ടോന് താഴെ ഇവളാരാണ്, ഇവൾ എവിടുത്തെ എഴുത്തുകാരിയാണ്, പിന്നെ കേട്ടാലറക്കുന്ന തെറികൾ. അപ്പം സാറ ടീച്ചറുടെ ഒരു ഇഷ്യൂല് ഇടപെട്ട സമയത്ത് ടീച്ചർക്കെതിരെ അപ്പം നോക്കുമ്പോൾ എല്ലാവർക്കും എതിരെയും ഇതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടി. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളത് ഇഗ്നോർ ചെയ്യുക, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾക്ക് കുറെ കഴിയുമ്പോൾ അതിനൊരു സ്വയം പ്രതിരോധം കിട്ടും. മനസ്സിന് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മളെ വിഷമിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആക്രമിക്കുന്നവരുടെ ഉദ്ദേശം. നമ്മൾ വിഷമിച്ചാലാണ് അവർ വിജയിക്കുക. മറിച്ച് നമ്മളതിനെ അവഗണിക്കുകയും മുന്നോട്ട് പോവുകയും ആണ് ചെയ്യേണ്ടത്. ഇപ്പം എനിക്ക് എന്നെക്കുറിച്ച് ആരും എന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു വിഷമവും തോന്നാറില്ല. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് വിഷമം ഉണ്ടാവും, പിന്നെ നമുക്ക് രണ്ടാമത് കേൾക്കുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല, മൂന്നാമത് നമ്മളത് അറിയുക പോലുമില്ല. അതുകൊണ്ട് ഇതെല്ലാവരും നേരിടുന്നതാണ് എന്ന് വിചാരിച്ചാൽ മതി. എതിർക്കുമ്പോൾ അല്ലെങ്കിൽ സ്വയം ആവിഷ്കരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ അവളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ ഇത് നാം പ്രതീക്ഷിക്കണം. പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളത് ഇഗ്നോർ ചെയ്താൽ മതി. പ്രിയമുള്ളവരെ, ഈ സെഷൻ ഇവിടെ സമാപിപ്പിക്കുകയാണ്. പങ്കെടുത്ത CS ചന്ദ്രിക, S ഹരീഷ്, വിനോദ് കൃഷ്ണ, ശ്യാം സുധാകർ, ഏവർക്കും പ്രിയങ്കരമായ സ്നേഹം, നന്ദി ഒക്കെ രേഖപ്പെടുത്തുന്നു.